മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവരുന്ന കാര്യം തള്ളിക്കളയാനാകില്ലെന്ന് പി ജെ ജോസഫ്. തനിക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ലെന്നും സഹപ്രവർത്തകരുമായി ആലോചിച്ച ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങിവരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു. ചെന്നൈയിലെ ബന്ധുവീട്ടിൽ വെച്ച് ഞങ്ങളുടെ പ്രതിനിധി ടി കെ സനീഷുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വർഷത്തെ കേസിന്റെ നടത്തിപ്പ് മന്ത്രി കസേര ഇട്ടെറിയേണ്ടി വന്നെങ്കിലും അതിലപ്പുറം മാനക്കേട്. ഇതിൽ നിന്നെല്ലാം പി ജെ ജോസഫ് ഇപ്പോൾ മുക്തനാവുകയാണ്. ഇന്ന് വിധി വന്നു പി ജെ ജോസഫ് കുറ്റക്കാരനല്ലെന്ന്. നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഈ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാം. ശ്രീ പി ജെ ജോസഫ്, സ്വാഗതം മനോരമ ന്യൂസിലേക്ക്. അപ്പോൾ താങ്കൾക്ക് മന്ത്രി കസേര വലിച്ചെറിയേണ്ടി വന്നു, അതോടൊപ്പം 3 വർഷം കുറ്റക്കാരൻ എന്നുള്ള ഒരു പ്രതിച്ഛായ. ഇതിൽ നിന്നെല്ലാം വിധി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ദൈവത്തിന്റെ വിധി. ഈ വിധിയുടെ ഒരു തത്വം അല്ലെങ്കിൽ ഇത് ആരോട് എന്തൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ എന്തെല്ലാം തെളിയിക്കാനുള്ളൊരു വിധിയാണ്? ഇതില് ഞാനെന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ രാജിവെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, കുറ്റവിമുക്തനായി തിരിച്ചു വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം കോടതി വിധിച്ചിരിക്കുകയാണ്. ഞാനതിൽ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ കാലയളവിൽ എനിക്ക് എല്ലാവിധമായ പിന്തുണയും പാർട്ടിയിൽ നിന്നും ഉണ്ടായി, എന്റെ സ്വന്തക്കാരിൽ നിന്നുണ്ടായി. അതുകൊണ്ട് ഞാനതിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ബോംബെ കന്യാകുമാരി യാത്ര തന്നെ എന്റെ ഇടയിലാണ് നടത്തിയത്, അതിവേഗ റെയിൽവേ പാതയ്ക്ക് വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ കാലയളവിൽ കഴിഞ്ഞു. അതുകൊണ്ടിപ്പോ അതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല. ഞാൻ ഒരിക്കൽ കൂടി ഈ വിധി വന്നതിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഞാൻ നന്ദി പറയുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് നന്ദി പറയുന്നു. ഇത് ആർക്കെങ്കിലും ഉള്ള ഒരു മറുപടിയാണോ ഈ ഒരു വിധി? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കണക്കാക്കുന്നില്ല. ഇതിലെന്തെങ്കിലും രാഷ്ട്രീയപരമായ ഒരു ഗൂഢാലോചന ഇനിയിപ്പോ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഉണ്ടായിരുന്നു അങ്ങനെ കരുതാൻ പറ്റുമായിരുന്നു ഗ്രൂപ്പിന്റെ ഭാഷയിലോ അല്ലെങ്കിൽ ഈ അവസരത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ മോൻസ് ജോസഫ്, അതായത് താങ്കൾ മന്ത്രി കസേര അവിടെ ഇട്ട് തിരിച്ചു വരുമ്പോ പകരക്കാരനായി കയറിയതാണ് കുരുവിളയ്ക്ക് ശേഷം. അപ്പൊ അദ്ദേഹം പറയുന്നു രാജിവെക്കാൻ സമ്മതമാണ്, താങ്കളെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു എന്ന്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തിരിച്ച് ഒരു മന്ത്രി കസേര അതെല്ലാം ഞങ്ങൾ സാവകാശമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം വെച്ചാൽ ഈ ഒരു കേസ് കൊണ്ടാണ് താങ്കൾക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. അപ്പൊ ഇതിൽ താങ്കൾ കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പൊ തിരിച്ചങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ സാവകാശമായിട്ട് ആലോചിച്ച് സഹപ്രവർത്തകരെല്ലാം ആലോചിച്ച് തീരുമാനമെടുക്കും. അപ്പൊ ഇല്ലെന്ന് ഒരിക്കലും മന്ത്രി കസേരയിലേക്ക് തിരിച്ചു പോവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, സാവകാശമായിട്ട് തീരുമാനമെടുക്കും. എന്താണ് ഇനി അടുത്ത പ്ലാൻ? ഇപ്പം വിധി വന്നു വേളാങ്കണ്ണിയിലേക്ക്. ഇനിയിപ്പോ വേളാങ്കണ്ണിക്ക് പോകുന്നു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ തൊടുപുഴയ്ക്ക് മടങ്ങും. അടുത്ത രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് ഇനിയുള്ള? ഞങ്ങള് അതൊന്നും ഇപ്പൊ സാധാരണ പ്രവർത്തനം നടന്നോളേ, തെരഞ്ഞെടുപ്പ് വേദിയിലായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടരും. താങ്ക് യു.